വലിയ കുഞ്ഞ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കല്യാണി, മനസ്സിന് ഇഷ്ടപ്പെട്ടത് മനസ്സിലിരുന്നാൽ മാത്രം പോരാ, അത് കയ്യിൽ വരണം. അപ്പോഴാ സന്തോഷം കിട്ടുന്നത്. വലിയ കുഞ്ഞ്. ഞാൻ നിർബന്ധിച്ച് ഷോപ്പിങ്ങിന് പറഞ്ഞു വിട്ടതുകൊണ്ട് നീ പേരിന് മാത്രം പർച്ചേസ് ചെയ്തു എന്ന് വരുത്തി തീർത്തു. നീ ആഗ്രഹിച്ചതൊക്കെ വില കൂടുതൽ കാരണം പർച്ചേസ് ചെയ്ത് മാറ്റി വെക്കുന്നു കമല എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതാ ഞാൻ തന്നെ ഇങ്ങ് വന്നത്. ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ, അതാ ഞാൻ സാറിന് മെസ്സേജ് അയച്ചത്. കല്യാണിയും രാജീവ് നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ 2 കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് വാങ്ങിത്തന്നാലും അത് അധികമാവില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വാങ്ങിത്തരുമ്പോഴാ മനസ്സിനൊരു തൃപ്തി. കല്യാണി, നിനക്കറിയാലോ, നിന്നെയും ദാസേട്ടനെയൊക്കെ വീട്ടിലെ ജോലിക്കാരായിട്ടല്ല കണ്ടിട്ടുള്ളത്, തൃച്ചംബരത്തെ അംഗങ്ങളായിട്ട് തന്നെയാ. അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ നിശ്ചയവും കല്യാണവും ഗ്രാൻഡ് ആയിട്ട് തന്നെ നടക്കും. അതിൽ ഒരു കുറവ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ ജോയ് സർ. കല്യാണി, ഇതെന്റെ വക ഒരു ഗിഫ്റ്റ്, വാങ്ങിച്ചോ. ഏയ് കല്യാണി, വെറുതെ കരയരുത്. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കണം. രാജീവ് വരച്ച ഡിസൈനിലെ കണ്ണുകളെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഹലോ, ഓക്കെ, താങ്ക് യു. സർ. ആ ഗുഡ്. ഇപ്പോഴാ ചെറിയൊരു മണവാളന്റെ ലുക്കായത്. അല്ല, ഈ കസവും വിട്ട് ഞാൻ തന്നെയാണെന്ന് പുറത്താരോടും പറയണ്ട കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് സർ. വന്നു കണ്ട ദിവസം തന്നെ എനിക്കൊരു ജോലി തന്നു. പിന്നെ അനാഥനായ എനിക്ക് കൂട്ടിനൊരാളൻ. ഇപ്പോ ഒരുക്കങ്ങൾ സാറിന്റെ ഈ മുറി വരെയായി. ആരും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഇതിനൊക്കെ ഞാൻ... ഏയ്, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്? നല്ല കാര്യം നടക്കാൻ പോകുന്നൊരു നല്ല ദിവസമല്ലേ ഇന്ന്. ജസ്റ്റ് cheer up man. Be happy and make others happy. അതാണ് എന്റെ പോളിസി, മനസ്സിലായോ? മനസ്സിലായി സർ. അത് ഇതിനൊക്കെ ഞാൻ എന്ത് പകരം തരുമെന്ന് ആലോചിക്കുമ്പോഴാ. പകരം തന്നല്ലോ, ഈ ലോഗോ. രാജീവേ, ഈ ലോഗോ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഈ ലോഗോയിലെ കണ്ണുകൾ രാജീവിന്റെ സ്വന്തം ഡിസൈനാണോ അതോ? അല്ല സർ, അത് ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ഒറിജിനൽ കണ്ണുകളാണ്. ഓ, അത് ശരി. അപ്പൊ ഏതോ ഒരു ഒറിജിനൽ പെൺകുട്ടിയുടെ കണ്ണുകൾ വെച്ചാ ലോഗോ ഡിസൈൻ ചെയ്തത്, റൈറ്റ്? ആ പെൺകുട്ടി എവിടെ ഉണ്ടെന്ന് അറിയോ രാജീവിന്? ജസ്റ്റ് ഒന്ന് കാണാനാ. അയ്യോ, ഉടനെയൊന്നും നടക്കില്ല സർ. നമ്മുടെ ഈ ലോഗോയ്ക്ക് വേണ്ടി ഒരുപാട് കാടും മേടും താണ്ടി ഞാൻ അലഞ്ഞു. ഒരുപാട് യാത്രകളും ചെയ്തു. അതിനിടയിൽ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ക്യാമറയിൽ പതിഞ്ഞ കണ്ണുകളായത്. ഓ, ഇതിന്റെ ഉടമസ്ഥയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏതായാലും രാജീവ് ഭാഗ്യവാനാ. നല്ല സൗന്ദര്യവും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയെ കിട്ടിയില്ലേ. നിന്നെ കണ്ട് അയാളുടെ കൂട്ടുകാര് കണ്ണുവയ്ക്കുന്ന ഇപ്പൊ എന്റെ സംശയം. ഒന്ന് പോ ചേച്ചി അവിടുന്ന്. ചേച്ചി, ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ചേച്ചി ആ കാലൊന്ന് നീട്ടിയേ. എന്താടാ? എന്താ ഇത്? എന്തിനാ നീ എന്റെ കാലി പിടിക്കണേ? ചേച്ചി ഒരു മിനിറ്റ്.
ചേച്ചിക്ക് ഓർമ്മയില്ലേ അന്ന് സുജാത ചേച്ചിയുടെ കൂടെ ഒരു നൂലുകെട്ടിന് പോയപ്പോ അവിടുത്തെ മുത്തശ്ശി പറഞ്ഞത് ഈ ദൃഷ്ടിദോഷം മാറാൻ കവളത്ത് കറുത്ത കുത്തിരുന്നതിനേക്കാൾ നല്ലത് ഉള്ളംകാലിൽ കരുതേക്കുന്നതാണെന്ന്. അതാ ഞാൻ ഇപ്പൊ ചെയ്തത്, മനസ്സിലായോ? ഇപ്പോഴേ ഓരോരുത്തര് ചേച്ചിയെ കണ്ണുവച്ച് തുടങ്ങിയെന്നാ എന്റെ ഒരു തോന്നല്. ഓഹോ, നിന്റെ ചേച്ചി വലിയ അപ്സരസല്ലേ? പോടാ തടിയാ അവിടുന്ന്. മോളെ, നന്നായിട്ടുണ്ട് നിന്നെ കാണാൻ. അയ്യോ, അച്ഛന്റെ കണ്ണ് നിറഞ്ഞല്ലോ. കണ്ണു മാത്രമല്ല മോളെ, അച്ഛന്റെ മനസ്സ് നിറഞ്ഞിരിക്കുക. ഈ അച്ഛന്റെ അമ്മയും മോള് കണ്ടിട്ടില്ലല്ലോ, സുന്ദരിയായിരുന്നു. മോൾ ഒരുങ്ങി നിൽക്കുമ്പോ എന്റെ അമ്മ ജീവനോടെ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. മോള് വാ. മോളെ, തൊഴുത് അമ്മയുടെ അനുഗ്രഹമായി എനിക്ക്. മുകളിലിരുന്ന് എല്ലാം അറിയുന്നുണ്ടാവും അവള്. പേരെന്താ പറഞ്ഞത്? ബീന. നിങ്ങളുടെ പേരല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരാ ചോദിച്ചത്. രാജീവ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ അടുപ്പമായത്? ഞാനൊരു മോഡലാ സർ, രാജീവ് ഡിസൈനറും. രാജീവിന്റെ ഡിസൈനിന് ഞാൻ മോഡലായിട്ട് നിന്നു കൊടുക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധമാ സർ. എത്ര നാളായി നിങ്ങൾ ഈ ബന്ധം തുടങ്ങിയിട്ട്? 4 വർഷമായി സർ. സർ, പ്രതിയെ കൊണ്ട് കോടതിയിലേക്ക് പോണം. ഇന്നലെ രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചവനെ ഇറക്കാൻ ജാമ്യക്കാരും വന്നില്ലേ? ഇല്ല സർ. ഹെൽമെറ്റ് ഇല്ലെന്ന് അങ്ങനെ എഴുതി ഒരു പെറ്റി അടപ്പിച്ചിട്ട് പറഞ്ഞു വിടറോ അവനെ? ശരി സർ. ഓ, 4 കൊല്ലമായിട്ട് നിങ്ങൾ പ്രണയത്തിലാണല്ലേ? വെറും പ്രണയമേ ഉള്ളോ അതോ അതിനും അപ്പുറത്തുള്ള ബന്ധമാണോ? രാജീവ് കല്യാണം കഴിക്കാന്ന് വാക്ക് പറഞ്ഞ് എന്നെ എല്ലാ തരത്തിലും നശിപ്പിക്കുമായിരുന്നു സർ. ഓഹോ, അപ്പോ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ എന്താണാവോ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ കാര്യം? അന്ന് രാജീവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു സർ. ഇപ്പൊ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പബ്ലിസിറ്റി ഡിസൈനറായിട്ട് ജോലി കിട്ടി. ലക്ഷറി കാറും വീടും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്നെ വഞ്ചിച്ചിട്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ കെട്ടാനുള്ള തയ്യാറെടുപ്പില്ല. രാജീവിനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല സർ. സാറ് തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കണം. ശരി, ഈ പറഞ്ഞതിനൊക്കെ വല്ല തെളിവുണ്ടോ കയ്യിൽ? ഉണ്ട് സർ. ശരി, പരാതി വിശദമായിട്ട് എഴുതി കൊടുക്കണം, ഞാൻ അന്വേഷിക്കാം. അതല്ല സർ, കുറച്ചു സമയത്തിനകം അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ വീട്ടിൽ വെച്ച് രാജീവും കല്യാണിയും തമ്മിലുള്ള നിശ്ചയം നടക്കും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ആ നിശ്ചയം നടക്കാതെ നോക്കണം സർ. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിക്കും സർ. ശരി. കല്യാണി, കല്യാണി, എന്താ മൂത്തൊരു പരിഭ്രമം പോലെ? കാര്യം പറ. ചേച്ചിയെ മുറി കാണാനില്ല, ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതാ. കല്യാണി അവിടെ പോയി?